പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു പുനർജന്മവും പൂർവ്വജന്മവും ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നു. പാസ്റ്റ് ലൈഫിൽ ഇവിടെയുള്ള അന്ധവിശ്വാസത്തെ റിലേറ്റ് ചെയ്ത പാസ്റ്റ് ലൈഫല്ല, ദർ ഇസ് എ സയൻസ്. അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി. അപ്പോൾ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾഫിൽ ചെയ്യാത്ത ആ ഡിസയറുകളെയാണ് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷവും ഈ സൂക്ഷ്മകണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. ഒരു ചോദ്യമുണ്ട്, പൂർവ്വജന്മത്തിലെ ഞാനാണോ ആ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി? അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മമുണ്ടോ? യെസ്. ആ പൂർവ്വജന്മത്തിൽ അവർ ചെയ്യാൻ ബാക്കി വെച്ച കർമ്മങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മം അനുഭവിക്കണം അല്ലെങ്കിൽ ചെയ്തത്. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർഗാനിക് യൂണിറ്റിയാണ്. നായയായും നരനായൊക്കെ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി പുനർജനിക്കാം. ഈ മെമ്മറി അവിടെ നിൽക്കുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ, ഒരു ആത്മാവ് എന്ന് വിളിക്കാവുന്ന എനർജി, അതിനപ്പം എന്ത് സംഭവിക്കും? അത് ഞാൻ പറഞ്ഞല്ലോ, അനശ്വരമായ ഒന്ന് എല്ലാവരിലും ഉണ്ട്. ആ അനശ്വരമായ ഒന്നിന് സ്വഭാവങ്ങളില്ല, നിറമില്ല, ഒന്നുമില്ല. ഈവൻ അസ്തിത്വം പോലും നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുള്ള വിഷയമാണ് പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു പുനർജന്മവും പൂർവ്വജന്മവും ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നു. പാസ്റ്റ് ലൈഫിൽ ഇവിടെയുള്ള അന്ധവിശ്വാസത്തെ റിലേറ്റ് ചെയ്ത പാസ്റ്റ് ലൈഫല്ല, ദർ ഇസ് എ സയൻസ്. അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ ഹ്യൂമൻ ബോഡി, ഈ ഹ്യൂമൻ ബോഡിയിൽ എനിക്ക് മെമ്മറീസ് ഉണ്ടല്ലേ, ആ മെമ്മറീസിൻ്റെ ഒപ്പം എനിക്ക് ഡിസയറുകളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, പൂർത്തീകരിക്കാത്ത കർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, നമുക്ക് ഈ ഒരു ശരീരമായിട്ട് കാണാം, ഇതിനൊരു തരംഗ രൂപത്തിലും കാണാം. ഈ തരംഗ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ശരീരം അതിൻ്റെ സൂക്ഷ്മകണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾഫിൽ ചെയ്യാത്ത ആ ഡിസയറുകളെയാണ് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ മരണത്തിന് ശേഷവും ഈ സൂക്ഷ്മകണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് ഈ ശരീരം ഡിസൻറ്റഗ്രേറ്റഡായി. എൻ്റെ ബയോ മെമ്മറി, നിലവിൽ എൻ്റെ ജീവിക്കാൻ വേണ്ടി ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള എൻ്റെ മെമ്മറി, അതാണല്ലോ എന്നെ ജീവിപ്പിക്കുന്നത്. ഈ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഗ്ലാസ്സിനുള്ളിൽ വെള്ളമാണ് എന്നുള്ള മെമ്മറിയാണ് എനിക്ക് ദാഹിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കാൻ പറ്റും. അപ്പോൾ ബയോ മെമ്മറികളെല്ലാം പോയി, പക്ഷേ എൻ്റെ ഡിസയറുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ആയിട്ട് എന്തുണ്ടാവും? പ്രപഞ്ചത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അങ്ങനെ ഞാൻ മരിച്ചു. 30 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാണ്. ആ കൺസീവ് ചെയ്യുന്ന കുട്ടിയുടെ ഫ്രീക്വൻസിയും ഈ പാർട്ടിക്കിൾസിൻ്റെ ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുന്ന നിമിഷത്തിൽ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയാണ് ഈ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ ഈ കുട്ടി ഇന്ത്യയിലേക്ക് അവൻ്റെ ഒരു 30-ാം വയസ്സിൽ യാത്ര ചെയ്യാണ്. ഈ സ്റ്റുഡിയോയിൽ വരികയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, സംവെയർ ഐ ഹവ് സീൻ ദിസ് പ്ലേസ്. അപ്പോൾ ബയോ മെമ്മറി ഇമ്മോർട്ടലായി നിൽക്കുമ്പോൾ ഡിസയറുകൾ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയായി മറ്റൊരു ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതിനെയാണ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പൂർവിക തലങ്ങളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പൂർവ്വജന്മത്തിൽ എൻലൈറ്റൻമെൻറ്റ് പകുതിയായി തേടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പകുതിയായി നിന്നു എന്ന് വിചാരിക്കുക, മരണപ്പെട്ടു എന്ന് വെച്ചാൽ ആ ജേണി ഒരു ഡിസയറായിട്ട് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ആയിട്ട് വേൾഡിലുണ്ടാവും. എപ്പോഴാണോ അതിന് ആനുപാതികമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഒരു ജന്മം ഒരു സ്ത്രീയുടെ വൂമ്പിൽ ഉണ്ടാവുന്ന നിമിഷം ഈ കണങ്ങൾ ആ ഹ്യൂമൻ ബോഡിയായിട്ട് താതാമ്യം പ്രാപിക്കും. ഈ താതാമ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ എന്തായി, ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയിലേക്കുള്ള ഡയറക്ഷനിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി എത്തിപ്പെടും. അപ്പോൾ പൂർവ്വജന്മത്തിൽ, അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പൂർവ്വജന്മത്തിലെ ഞാനാണോ ആ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി? യെസ്. That extracerebral memory is your Purva Janma.
അത് സന്യാസിയാവാം, യോഗ്യവര്യനാവാം, അതിസുന്ദരിയായിട്ടുള്ളൊരു അപ്സരസാവാം, അപ്സരസ് പോലുള്ളൊരു ഹ്യൂമൻ ബീങ് ആവാം. അപ്പോൾ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഈസ് യുവർ പാസ്റ്റ് ലൈഫ്, ദാറ്റ് ഈസ് യു ഓൺലി. ആൻഡ് ഇൻ ദിസ് ലൈഫ്, അപ്പോൾ ചിലപ്പോൾ ഒരു 200 വർഷങ്ങൾക്ക് ശേഷമാവും ഈ ജനനം ഉണ്ടാവുക. അതുവരെ അത് അവിടെ നിൽക്കും, മെമ്മറി ഉണ്ടാവും. മെമ്മറി എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇസ് എ സ്പിരിച്വൽ മെമ്മറി. ആ സംഭവം എന്ത് ചെയ്യും, നേരെ നമ്മൾ പുതിയ വൂമ്പിൽ, പുതിയ ബോഡി സ്ട്രക്ചറിൽ, പുതിയ രീതിയിൽ വരുമ്പോൾ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി നമ്മുടെ DNA ഉള്ളിൽ രൂപപ്പെടുകയും അതിനെ എൻജിനീയർ ചെയ്യുകയും അതുമായി താതാമ്യം പ്രാപിക്കുകയും പൂർവ്വജന്മം ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ കുറച്ച് പ്രശ്നമുള്ള പൂർവ്വജന്മത്തിലെ സെറിബ്രൽ മെമ്മറി ആണെങ്കിൽ എന്താവും സ്ഥിതി? അതാണ് പൂർവ്വജന്മത്തിലെ പാപങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എല്ലാ ഹ്യൂമൻ ബീയിങ്സും എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി റിസീവ് ചെയ്തിട്ടുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ പൂർവ്വജന്മമുണ്ടോ? യെസ്. ആ പൂർവ്വജന്മത്തിൽ അവർ ചെയ്യാൻ ബാക്കി വെച്ച കർമ്മങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മം അനുഭവിക്കണം, അല്ലെങ്കിൽ ചെയ്തു തീർക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചിലപ്പോൾ നമ്മുടെ ജന്മങ്ങൾ ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാവാം, നൂറ്റാണ്ടുകൾക്കപ്പുറം ആണെങ്കിലോ. ഇനി ചിലപ്പോൾ ഒരു മൃഗത്തിൻ്റെ ഒരു ഡോഗ് എടുക്കുക, ഒരു നായ. അപ്പം നമ്മുടെ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ നായ കൺസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയിൽ ചില കുറേ തലങ്ങളുണ്ട്, കുറേ സയൻസ് ഉണ്ട് അതിൽ. ആ ഫ്രീക്വൻസി ഈ പറയുന്ന നായയുടെ കുട്ടിയുമായിട്ട് താതാമ്യപ്പെട്ടാൽ ഇറ്റ് വിൽ കം ഡൗൺ ടു നരനായി മാത്രമല്ല നരിയായി ജനിക്കും. അപ്പം നമ്മുടെ ചിലപ്പോൾ വീട്ടിൽ മേടിക്കുന്ന ഒരു സാധാരണ ഒരു പെറ്റ് ഡോഗ് നമ്മളായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇതൊക്കെ ഫോം ചെയ്ത് കാണാം. അപ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഏതോ ഒരു എൻറ്റിറ്റി അവിടെ ഉണ്ട്, ടുക്ക് ബർത്ത് ത്രൂ ഡോഗ്. അപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർഗാനിക് യൂണിറ്റിയാണ്. നായയായും നരനായൊക്കെ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി പുനർജനിക്കാം. അപ്പോൾ പുനർജനനം സാധ്യമാണ്, പുനർജനനം ഒരു സയൻസാണ്. പക്ഷെ പുനർജനിക്കുന്നത് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയാണ്. സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും ആത്മാവും എല്ലാം കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പൂർവ്വജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ മെമ്മറി അവിടെ നിൽക്കുന്നു. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഒരു ആത്മാവ് എന്ന് വിളിക്കാവുന്ന എനർജി, അതിനപ്പം എന്ത് സംഭവിക്കുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, അനശ്വരമായ ഒന്ന് എല്ലാവരിലും ഉണ്ട്. ആ അനശ്വരമായ ഒന്നിന് സ്വഭാവങ്ങളില്ല, നിറമില്ല, ഒന്നുമില്ല. ഈവൻ അസ്തിത്വം പോലും നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയും നമ്മുടെ DNA-യും നമ്മുടെ സൂക്ഷ്മകണങ്ങളും ഇതാണ് ലൈഫ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ അനശ്വരമായ പ്ലെയിനിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, നമ്മൾ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് വൺ ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് പോകുന്നു എന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഹ്യൂമൻ ബോഡി മരിച്ചു, നമ്മൾ ഭൂമിയിൽ ലയിച്ചു, വിവിധ കണങ്ങളായിട്ട് അത് വേറെ ഫോമിലേക്ക് പോയി. പക്ഷേ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി വിൽ ബി സസ്റ്റൈൻഡ് ഇൻ ദിസ് കോസ്മോസ്. അപ്പോൾ ഏത് ഫോമിലേക്കാണ് അത് മാറുന്നത്, ആ ഫോമിൻ്റെ ഫ്രീക്വൻസിയും ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറിയുടെ ഫ്രീക്വൻസിയും താതാമ്യപ്പെട്ടാൽ ഈ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി അവിടെ ജീവിക്കും. മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ഉണ്ട്. അതായത് നമ്മൾ കാണുന്ന ആളുകൾ, നമ്മുടെ കൂടെ സഹവസിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെയുള്ള ഉറുമ്പ് പോലും അതിന് മീനിങ് ഉണ്ടെന്ന് അർത്ഥം. മീനിങ് തേടുന്ന മനുഷ്യന്മാരോട് പറയാനുള്ളത്, അനശ്വരരാണ് മനുഷ്യർ. മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഈ ജീവിതത്തിൽ പുതിയൊരു എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇല്ലാത്ത അവസ്ഥ, അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു സന്യാസിക്ക് അവൻ്റെ അവസാന ജന്മമാണിതെന്ന് പറയാൻ എന്താ കാരണം? ഹീ ഡസ് നോട്ട് ഹാവ് എനി ഡിസയേഴ്സ് ടു ഫുൾഫിൽ. ഹീ ഹാസ് നോ എനി എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി. ആ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇല്ലാത്ത ആ നിമിഷത്തിൽ അവൻ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ആ അനശ്വരതയായി മാറാണ്. അവന് ബയോ മെമ്മറി ഇല്ല, എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇല്ല. അവൻ രജനി ഷോഷൊക്കെ പറയുന്ന പോലെ, ഹി നെവർ ബോൺ, നെവർ ഡൈ, ഹി ജസ്റ്റ് ബിക്കേം എ ഗസ്റ്റ് ആൻഡ് വിറ്റ്നസ്ഡ് എവ്രിതിങ് ആൻഡ് ഗോൺ. അപ്പോൾ ഒന്നുമില്ലാത്ത
ഒമേഗയും ആൽഫയും ഇല്ലാത്ത, തുടക്കവും അവസാനവും ഇല്ലാത്ത സ്വയംഭൂവായിട്ടുള്ള ഉള്ളതിൽ നിന്ന് പാർട്ടിക്കിളായി രൂപപ്പെടുകയും ആ പാർട്ടിക്കിളിൽ നിന്ന് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറികളിലൂടെയും യാത്രകളിലൂടെയും ഈ ഒരു ലോകത്ത് എക്സ്പീരിയൻസ് ചെയ്യുകയും അതെല്ലാം വിട്ടെറിഞ്ഞ് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇല്ലാത്തൊരു സ്റ്റേജിലെത്തുകയും അവൻ വീണ്ടും അനശ്വരമായി മാറുന്ന ആ നിമിഷമാണ് ഹ്യൂമൻ ലൈഫിൻ്റെ അന്ത്യം. അത്രയും മീനിങ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാവരും മനസ്സിലാക്കിയാൽ ആർക്കും മരണഭയമില്ലാതെ ജീവിക്കാം. മരണമില്ല, ഓൺലി ക്ലിനിക്കൽ ഡെത്തുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് പറയാം. മരണം എന്ന് പറയുന്നത് നോളജ് മാത്രമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനും മരണം അനുഭവിക്കാൻ കഴിയില്ല. എന്താ കാരണം? ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കുന്ന ഒരാൾക്ക് ക്ലിനിക്കൽ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കുന്ന ഹൃദയം നിലയ്ക്കുക, ചലിക്കുന്ന ബ്രെയിൻ നിലയ്ക്കുക, നമ്മുടെ ന്യൂറൽ സിസ്റ്റം ഡൗൺ ആവുക. അപ്പോൾ ഡോക്ടർ പറയും യു ആർ ഡെഡ്. ഇതിനാണ് ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഡെത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ള മരണമെന്ന മരണമില്ല. സത്യമായി ഈ ലോകത്തൊന്നുണ്ടെങ്കിൽ അത് മരണവും ജനനവും മാത്രമാണെന്ന് പറയുന്നവരോട് അങ്ങനെയല്ല, അതും സത്യമല്ല. നമ്മൾ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ദിസ് വേൾഡ്, ദാറ്റ്സ് ഓൾ. അപ്പം നമ്മൾ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, മരണമില്ല. നമുക്ക് അനശ്വരനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എല്ലാം മീനിങ് ഫുള്ളായി മാറും. എനിക്ക് അന്ത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നിമിഷമാണ് മീനിങ്ലെസ് ആയി മാറുന്നത്. അപ്പം ഈ എല്ലാ ഹ്യൂമൻ ബീങ്സും വിഡ്ഢികളാണ്. കാരണം എന്താ? അവൻ ചിന്തിച്ച് വെച്ചിട്ടാണ് അവന് മരണം ഉണ്ടെന്ന്. അവന് മരണമില്ല, ക്ലിനിക്കൽ ഡെത്തേ ഉള്ളൂ. അവൻ്റെ ഡിസയർ ഉണ്ടെങ്കിൽ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ആയി മാറും. ഇനി ആ ഡിസയർ ഇല്ലെങ്കിലോ അവൻ പൂർണ്ണമായിട്ട് തിരിച്ചു അനശ്വരതയിൽ പോകും. നമ്മളെന്ന് ഈ പേഴ്സണാലിറ്റി ഉണ്ടാവില്ല എന്ന് മാത്രം. ഈ ചുറ്റുപാടുണ്ടാവില്ല, ഇപ്പം കൂടെയുള്ളവരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളെന്ന് പേഴ്സണാലിറ്റിക്കാണ് മരണം. കാരണം ഇപ്പം ഞാനൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളുടെ പേഴ്സണാലിറ്റി മാറി. ഇപ്പോൾ താങ്കളുടെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ ചോദിക്കും. അതാണ് മെമ്മറി. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ഈ ബയോ മെമ്മറിയാണ് നമ്മളെന്നാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന അനശ്വരതയാണ് നമ്മൾ. അപ്പോൾ അനശ്വരമായ ഒന്ന് ഉള്ളിലൊഴുകുകയും നമ്മൾ ജനനവും മരണവും ഇല്ലാത്തതാണെന്നും നമ്മൾ ഈ ലോകത്ത് ചില കാര്യങ്ങളെ മനസ്സിലാക്കാനും അറിയാനും വന്ന വിറ്റ്നസ്സുകൾ മാത്രമാണെന്നും എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചു പോകുന്നു അറിഞ്ഞ ആ നിമിഷത്തിൽ എന്തിനാണ് മരണഭയം? നോബഡീസ്. ഈ ഒരു തിരിച്ചറിവ് വന്നാൽ ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് enlightenment. It is called conscious self. കോൺഷ്യസ്നെസ്സിലൂടെ സെൽഫിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥ. ദാറ്റ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ കനോട്ട് ബി പ്രാക്ടീസ്ഡ്, ഇറ്റ്സ് എ റിയലൈസേഷൻ. അപ്പോൾ മരണമില്ലെന്നും എൻ്റെ സെൻറ്റർ അനശ്വരമാണെന്നും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ നിമിഷമാണ് മെഡിറ്റേഷൻ. അല്ലാതെ ഈ സർക്കസുകളൊന്നും മെഡിറ്റേഷൻ്റെ ബാധകമല്ല. ധാരണ എന്ന് പറഞ്ഞ ക്രിയയാണ് പ്രാക്ടീസ്. ആ ധാരണയിലൂടെ മെഡിറ്റേഷൻ എന്തെങ്കിലും സംഭവിക്കാം. അപ്പം നമ്മൾ ഈ ഭൈരവകല പറയുന്നത് പോലെ എന്തിനാണ്? ഈ മെഡിറ്റേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജനനവും മരണവും ഇല്ലാത്ത മനുഷ്യൻ, പൂർണ്ണമായും അർത്ഥമുള്ള മനുഷ്യ ജീവിതം, ഭയമില്ലാതെ ജീവിക്കുന്നതിന് പകരം ഭയപ്പെട്ട് എക്സ്ട്രാ സെറിബ്രൽ മെമ്മറികളുമായി ജീവിക്കുന്ന അവസ്ഥ, അതിനെയാണ് കർമ്മ എന്ന് പറയുക. അപ്പോൾ കർമ്മയിൽ നിന്നുള്ള മോചനമാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയാനുള്ള കാരണം. ഇറ്റ് ഈസ് ദ ഫ്രീഡം ഫ്രം ദ എക്സ്ട്രാ സെറിബ്രൽ മെമ്മറി ഈസ് കോൾഡ് മോക്ഷ. സോ വൺസ് യു ഗെറ്റ് ദ മോക്ഷ, യു നെവർ ബോൺ, നെവർ ഡൈ. ബട്ട് ഇറ്റ് ഈസ് സ്വയംഭൂ, ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ, നോബഡി ക്രിയേറ്റഡ് ഇറ്റ്. അതിൽ നമ്മളവിടെ നിർത്തുകയാണ് ഹ്യൂമൻ ലൈഫ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് വരിക, ഓരോ നിമിഷങ്ങളും ആസ്വദിച്ച് ജീവിക്കുക, മീനിങ് ഫുള്ളായിട്ട് ജീവിക്കുക. ഇതിന് പകരം ഓരോ ആശ്രമങ്ങളിൽ പോയി പലരെയും കാല് പിടിച്ച് കൈ പിടിച്ച് തലോടി തൊട്ട് തഴുകിയൊക്കെ ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ലിവ് ഫോർ എൻലൈറ്റൻമെൻറ്റ്, ലിവ് ഫോർ ഫ്രീഡം. One day your extra cerebral memory will be zero. That time you will attain moksha. And the ultimate reality is you are immortal. അനശ്വരമാണ്, മീനിങ്ഫുൾ ആണ്. ആ മീനിങ്ങിന് ആദ്യവും അന്ത്യവുമില്ല. ഈ തിരിച്ചറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ദാറ്റ് ഈസ് ലൈഫ്. ദാറ്റ് ഈസ് മൈ റിയലൈസേഷൻ.
and I'm done with this life. This is a bonus life. I want to do something, that's all. എന്തായാലും ഇനിയും കൂടുതൽ അറിവുകളുമായി വരും ദിവസങ്ങളിൽ വീണ്ടും ഇരിക്കാൻ അങ്ങയുടെ തിരക്കുകൾക്കിടയിൽ പറ്റുമ്പോഴൊക്കെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു. Thank you.